ഏഷ്യാനെറ്റ് റേഡിയോയിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ഫൺ. ഏവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു നിയാസ്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി 1 മണിക്ക് ദുബായ് ഖുസൈസ് മുഹ്സിന 3-യിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ ഒരു വലിയ അപകടത്തിൽപ്പെട്ടു. കഴിഞ്ഞ 4 വർഷമായി ഖുസൈസിലെ ഗൾഫ് ലൈറ്റ് എന്ന കഫ്റ്റീരിയയിൽ ഡെലിവറി ബോയിയായി ജോലി ചെയ്യുകയാണ് വടകര പള്ളിത്താഴെ സ്വദേശിയായ ജാസിർ എന്ന യുവാവ്. രാത്രിയിലും ഏറെ വൈകിയുള്ള ഡെലിവറി കഴിഞ്ഞ് കൃത്യം 1 മണിക്ക് തിരിച്ച് കഫ്റ്റീരിയയിലേക്ക് ക്ഷീണിച്ച് അവശനായി വരുന്ന വഴിയിലാണ് ഒരു ആഡംബരക്കാർ ആ യുവാവ് സഞ്ചരിച്ച ബൈക്കിനെ ഇടിച്ച് തെറിപ്പിച്ചത്. എന്നിട്ടോ ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയി. തുടർന്ന് അതുവഴി വന്ന ഒരു വാഹനവും അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ആ യുവാവിനെ കണ്ട് നിർത്തിയില്ല. ആ യുവാവിന്റെ നിലവിളി കേട്ടില്ല. പിന്നീട് ആ യുവാവിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ഏഷ്യാനെറ്റ് റേഡിയോ ബിഗ് ഫണിലൂടെ ജാസിർ തന്നെ പറയുകയാണ്. എന്റെ പേര് ജാസിർ. ഞാൻ വർക്ക് ചെയ്യുന്നത് അൽഖസീസ് 3-ലെ ഗൾഫ് ഫ്ലൈറ്റ് കഫ്റ്റീരിയയിലാണ്. ഇന്നലെ ഏകദേശം അർദ്ധരാത്രി 1 മണി ആയിട്ടുണ്ടാവും. അത് ഞാൻ ഒരു ഡെലിവറി കഴിഞ്ഞ് വരുമ്പോ, അതായത് മുഹ്സിന 3-യിൽ വെച്ചിട്ടാണ് സംഭവം. അത് റൗണ്ട് ബോർഡിൽ വെച്ചിട്ടാണ്. എന്നിട്ട് ഞാൻ അതിന് കടന്നു വരുമ്പോ ഒരു റൗണ്ട് ബോർഡിൽ വെച്ച് ഫസ്റ്റ് ഞാൻ എൻട്രി ചെയ്തത് ഞാനായിരുന്നു ആ റൗണ്ട് ബോർഡിൽ. അപ്പോ എതിരെ വന്ന ഒരു GMC മോഡലൊരു കറുത്ത ഒരു വണ്ടിയായിരുന്നു. ആ വണ്ടി എന്നെ ഇടിച്ച് തെറിപ്പിച്ച് അത് കടന്നു കളഞ്ഞു. നിലത്ത് വീണപ്പോ ഈ ബൈക്ക് എന്റെ മുകളിലായതുകൊണ്ട് എനിക്ക് എണീക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ അവിടെ തന്നെ കിടന്നു. ആരെങ്കിലും വന്നാലേ എന്നെ എണീപ്പിക്കുമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ കിടന്നു. അതുവഴി വണ്ടിക്ക് കടന്നുപോയി. ആരും നിർത്തിയില്ല. കാല് വണ്ടിന്റെ അടിയിലായത് കൊണ്ട് എനിക്ക് വല്ലാതൊരു വേദന ഉണ്ടായിരുന്നു. ഞാൻ പണിയും മകനൊക്കെ വിളിച്ചിങ്ങനെ കരയുന്നുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്നാണ് പിന്നിലൊരു വൈറ്റ് ലാൻഡ് ക്രൂസർ വന്ന് നിർത്തി. അതിൽ നിന്ന് 2 പേര് ഇറങ്ങി വന്ന് എന്റെ അരികത്ത് വന്ന് എന്നെ എഴുന്നേൽപ്പിച്ച് ബൈക്ക് എടുത്ത് മാറ്റി എഴുന്നേൽപ്പിച്ച് അവിടെ ഇരുത്തി. ഞാൻ എന്റെ ഇടത്ത് സൈഡിൽ നോക്കുമ്പോ എന്റെ ഷോപ്പിൽ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരു നസീർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോ കൂടെ ഉണ്ടായിരുന്ന ഒരു കറുത്ത് കോട്ടൊക്കെ ഇട്ടിട്ട് ഒരു എന്താ പറയണ്ടേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ സ്വപ്നമാണ് കാണുന്നത് പോലും പറയാൻ പറ്റുന്നു. എന്താണ് കാരണം എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത ആളാണ് എന്റെ മുന്നിൽ വന്നത്. ദിലീപ് സാറായിരുന്നു. സാക്ഷാൽ ദിലീപാണ് ജാസിർ എന്ന താങ്കളെ കോരിയെടുത്തത്. നടൻ ദിലീപാണ് അല്ലെ? അതെ സാർ. ആ ഷോക്കിൽ നിന്നും മാറിയിട്ടില്ല. എന്റെ വേദനയൊക്കെ എവിടെയാ പോയെന്ന് അറിയില്ല. ദിലീപ് സാർ എന്നോട് ചോദിക്കണ്ടായിരുന്നു, ജാസിർ എന്റെ പേര് ചോദിച്ചു. ഞാൻ പേര് പറഞ്ഞ് സ്ഥലം ചോദിച്ചു, സ്ഥലമൊക്കെ പറഞ്ഞ് എന്നോട് ചോദിച്ചു, ജാസിർ നിനക്ക് എവിടെയാണ് വേദന? പക്ഷെ എനിക്കത് പറയാൻ പറ്റുന്നില്ല. ദിലീപ് സാറിന്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് എന്താ സ്വപ്നമാണെന്ന് പോലും തോന്നുന്നു. സത്യത്തിൽ ഇത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ വലിയൊരു ആപത്തിലേക്ക് ജാസിർ പോകുമായിരുന്നു അല്ലെ? പോകുമായിരുന്നു. എന്റെ ജീവൻ തന്നെ രക്ഷപ്പെടുത്തിയ ദിലീപ് സാറിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരു നന്ദി പോലും വാക്കുപോലും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഉടൻ തന്നെ ദിലീപ് സാറിന് ആംബുലൻസിനെയും പോലീസിനെയൊക്കെ വിവരം അറിയിച്ച് അവര് വരുന്നത് വരെ എന്റെ അടുത്ത് ദിലീപ് സാർ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞൊരു സിനിമാ രംഗം പോലെയാണ് എനിക്ക് തോന്നുന്നത് ആ സംഭവം. ദിലീപ് സാർ തന്നെ ബൈക്കൊക്കെ എടുത്ത് മാറ്റി എന്നെ എഴുന്നേൽപ്പിച്ച് പറഞ്ഞ് എവിടെ വേദന എന്നൊക്കെ ചോദിച്ചു. പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അപ്പൊ അതുവരെ ഉണ്ടായ കഠിനമായിട്ടുള്ള വേദന എല്ലാം മറന്നു അല്ലേ? എല്ലാം മറന്നു. ഒരാഗ്രഹം തന്നെ, എന്തെങ്കിലും ദിലീപ് സാറിനുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും അത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ നന്ദി ഒരുപാട് പറയാ. എപ്പോഴും പഠിച്ചോൻ തന്നെ ദിലീപ് സാറിന് ഒരുപാട് ദീർഘായുസ് കൊടുക്കും, ഒരുപാട് ഉന്നത വിജയങ്ങളിലേക്ക് പോകാനുള്ള എല്ലാം കൊടുക്കും. എന്റെ പ്രാർത്ഥന ഉണ്ടാവും. ഇത് മറ്റാരോടെങ്കിലും പറഞ്ഞപ്പോ വിശ്വസിച്ചോ? ഇല്ല, ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു. അവരാരും വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞു ഇത് സത്യമാണ്, ഞാൻ ഒരുപാട് സത്യമായിട്ട് പറഞ്ഞു. അവർ വിശ്വസിക്കാൻ പറഞ്ഞില്ല. നീ കണ്ട സ്വപ്നമാണൊക്കെ ചോദിച്ചു, എന്നോട് ചോദിച്ചു ഇതെത്രയാന്നൊക്കെ ചോദിച്ചു, കൈയൊക്കെ കാണിച്ചിട്ട്. എങ്കിൽ ഉറപ്പിച്ചു പറയുന്നു, ജാസിർ എന്ന ചെറുപ്പക്കാരനെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് നടൻ ദിലീപ് തന്നെയാണ്. ഇന്നലെ നമ്മള് വരണ വഴിക്ക് ഞാനുണ്ട്, നമ്മുടെ ഫ്രണ്ട് നസീർ, ഞങ്ങൾ ഒരുമിച്ച് വരികയായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഒരു ബൈക്കിന്റെ അടിയിൽ ഒരു പയ്യൻ കിടക്കണു. അപ്പൊ എന്താണെന്നൊന്നും മനസ്സിലായില്ല. വേഗം വണ്ടി നിർത്തി നമ്മൾ ഇറങ്ങി ചെന്നപ്പോഴാണ് ആൾക്ക് ജീവനുണ്ട്. നമ്മൾ വിചാരിച്ചു കിടപ്പ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞിരിക്കുക. ആ ഒരു അവസ്ഥയിൽ ഷോക്കായി പോയി. അപ്പൊ ഓടി ചെന്നപ്പോഴാണ് ഒരു പയ്യൻ, അല്ല ഇത് ആര് പറഞ്ഞത്? ഇത് ഞാൻ അറിഞ്ഞു. ഈ പയ്യൻ ഏഷ്യാനെറ്റ് റേഡിയോയുടെ ശ്രോതാവാണ്. എന്നോട് പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞതാണ് ഇങ്ങനൊരു അപകടം എനിക്ക് പറ്റി. അതിനേക്കാൾ അപ്പുറത്തേക്ക് എന്റെ അപകടത്തെ എന്നെ രക്ഷിച്ചത് ദിലീപാണ്. അത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം എന്നോട് ഷെയർ ചെയ്തതാണ്. അപ്പോഴാണ് ദിലീപേട്ടനെ ഒന്ന് വിളിക്കണം, ഇതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോ ആൾക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞ മനസ്സിലായപ്പോ തന്നെ പകുതി ആശ്വാസമായി. പിന്നെ
നോക്കുമ്പോ മലയാളിയാണ്. പക്ഷെ ഇയാൾ എന്നെ കണ്ട ഉടനെ എന്താ പറയാ ഭയങ്കര ഷോക്കായി പോയിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവം ഇനി എന്നെ കണ്ടിട്ട് അപ്പൊ ദിലീപേട്ടല്ലേ ആ വേദനയുടെ ഇടയിൽ ആള് ചോദിക്കുക. ഞാൻ പെട്ടെന്ന് എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊടുത്തിട്ട് വിളിച്ചിരുന്നപ്പോ അപ്പൊ ആക്കെ എഴുന്നേക്കാനും നടക്കാനൊന്നും വയ്യായിരുന്നു. പിന്നെ അപ്പൊ തന്നെ നമ്മള് പോലീസ് ആംബുലൻസ് ഒക്കെ വിളിച്ച് വരുത്തി പുള്ളിക്ക് നന്നായിട്ട് അടി പറ്റിയ. ആളിപ്പോ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയും അതുവരെ നമ്മളുണ്ടായിരുന്നു. അതിനുശേഷം എന്നെ വിളിച്ച സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹം ഡിസ്ചാർജ് ആയിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ട് അദ്ദേഹത്തിന് ശരിക്കും കാലൊക്കെ ഭയങ്കര അദ്ദേഹത്തിന്റെ നല്ല ഇടി ഇടിച്ചിരിക്കുന്നത്. അതെ ആ ബൈക്കിന്റെ പുറകിൽ അറിയാമല്ലോ, ഒരു ഡെലിവറി ബോയ് ആകുമ്പോൾ അതിന്റെ പുറത്ത് കുറെ വെയിറ്റ് ഒക്കെ ഉള്ള സാധനം ഉണ്ടാവും. അതെല്ലാം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വീണു. എന്തായാലും കാര്യമായിട്ടുള്ള അദ്ദേഹത്തിന് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അതെല്ലാം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് മാഞ്ഞു പോയി. പയ്യന്റെ പേര് ജാസ്മിർ, എന്താ ജാസിർ. അതിന് ഏറ്റവും ദൈവം അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊടുത്ത ഏറ്റവും വലിയ ഒരു ഔഷധമാണെന്ന് വേണമെങ്കിൽ പറയാം ദിലീപ് എന്ന നടന്റെ പ്രസൻസ്. അയ്യോ അതല്ല, അത് നമ്മള് എന്താ പറയാ ആ സമയത്ത് എല്ലാ കാര്യങ്ങളും ഒത്തുവന്നു. ആ പയ്യന്റെ ഭാഗ്യം. മറ്റൊരു സങ്കടകരമായ കാര്യം, അതിനു മുന്നേ കുറെ വാഹനങ്ങൾ അതുവഴി കടന്നുപോയി. ഇവിടമായിട്ട് നല്ല പരിചയമുള്ള അല്ലെങ്കിൽ അതുവഴി യാത്ര ചെയ്യുന്നവരായിരിക്കും അതുവഴി പോകുന്നത്. ദിലീപേട്ടൻ എനിക്ക് തോന്നുന്നു വളരെ യാദൃശ്ചികമായിട്ടായിരിക്കും ആ റോഡിലൂടെ വരുന്നത്. അതെ ഞാൻ ആ വഴി അതെ ജീവന് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ വേഗം അവര് വന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ കൊണ്ടുപോക്കാളാന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ അത് ഏതൊരു ഒരു കാറ് പെട്ടെന്ന് ഇടിച്ചിട്ട് പോയതാണ്. എന്ന് വെച്ചാൽ ഈ ഫോണില് സംസാരിച്ചാറ് വണ്ടി ഓടിച്ച് പോയതാണ്. അതെ തീർച്ചയായിട്ടും 1 മണി സമയം, ആ സമയത്ത് വരാൻ പറ്റിയതൊക്കെ ഒരു ദൈവാനുഗ്രഹമായിട്ട് കാണുകയാണ്. അതെ, ഈ എന്താ പറയാ ദൈവം തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളിങ്ങനെ അതിന്റെ കൂടെ പോകുന്നു. അതെ തീർച്ചയായിട്ടും. സന്തോഷമായില്ലേ ജാസിർ? സന്തോഷമായി. ഓക്കെ, ഉടൻ തന്നെ ജാസിർ ദിലീപുമായിട്ട് സംസാരിക്കുന്നതാണ്. ഇത് ഞാൻ ദിലീപിനെ കേൾപ്പിക്കുന്നതുമാണ്. ഓക്കെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റ് റേഡിയോ ബിഗ് ഫൺ നിയാസിനോടൊപ്പം. ബിഗ് ഫൺ.